ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഇത്രയും നിസ്സാരമായിട്ട് കാണാവുന്ന ഒരു വിഷയമാണോ? ഇപ്പോൾ നമ്മളെല്ലാം വെളിയിൽ നിന്ന് കാണുന്നവരാണ്. സമസ്തയിലെ ഈ പ്രശ്നവും മുസ്ലിം ലീഗിലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഇതിനകത്തേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കുവാൻ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വർഷങ്ങൾ നീണ്ട തർക്കങ്ങൾ ഉണ്ടായിരുന്നു. AP വിഭാഗം സമസ്തയിൽ നിന്ന് വേർപെട്ടു പോകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ EK വിഭാഗത്തിൽ തന്നെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാകാൻ പോവുകയാണോ എന്നുള്ള സംശയങ്ങളും ഒക്കെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ മുസ്തഫ മുണ്ടുപാറയും ശ്രീ CK ശാക്രം പറഞ്ഞ പോലെയാണോ താങ്കൾക്ക് ഇതേക്കുറിച്ച് തോന്നുന്നത്? അത്രമാത്രം സിമ്പിളായ ഒരു കാര്യമാണോ? അല്ല, നോക്കൂ, എൻ്റെ ഒരു ലിമിറ്റേഷനും അഡ്വാൻറ്റേജും എന്ന് പറയുന്നത് ഒരുപക്ഷെ ഞാൻ ഈ സമുദായത്തിൽപ്പെട്ട ആളല്ലാത്തത് കൊണ്ട് ഡിസ്പാഷനേറ്റ് ആയിട്ട് പുറത്തു നിന്ന് നോക്കി കണ്ടുകൊണ്ട് അഭിപ്രായം പറയാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഇൻട്രിക്കസീസിനെ പറ്റി ഒരുപക്ഷെ എനിക്ക് എൻ്റെ ഫൈനർ ഡീറ്റെയിൽസ് ഒരുപക്ഷെ ശ്രീ ഫസൽ ഗഫൂറിനെ പോലുള്ള ആൾക്കാർക്ക് നന്നായിട്ട് പറയാൻ കഴിയും. പക്ഷേ വളരെ ഡിസ്പാഷനേറ്റ് ആയിട്ട് പറയാൻ കഴിയും. ഇപ്പോൾ മഞ്ജുഷ് പറഞ്ഞതുപോലെ നമ്മളെപ്പോലുള്ള ആൾക്കാർ പറയുന്ന അഭിപ്രായം എന്ന് പറയുമ്പോൾ ആ അഭിപ്രായത്തിനും വിലയുണ്ട് എന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ സമുദായത്തിന് പുറത്തു നിന്നുള്ള ആൾക്കാർ സമസ്തയെ ഗൗരവമായി എടുക്കുന്നത് നല്ല കാര്യമാണ് എന്ന് അദ്ദേഹം മുമ്പൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അഭിപ്രായം പറയുന്നത്. ഞാനിതിൽ കാണുന്നത് ആരൊക്കെ എതിർത്താലും ഇല്ലെങ്കിലും ലീഗ് പക്ഷവും ലീഗ് വിരുദ്ധ പക്ഷവും സമസ്തയിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ സാങ്കേതികമായി പറഞ്ഞാൽ സമസ്ത ഒരു മതസംഘടനയാണ്, അല്ലെങ്കിൽ അതിന് രാഷ്ട്രീയ ചിന്തയില്ല എന്നൊക്കെ പറയാം. അത് ഇപ്പോൾ RSS എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് രാഷ്ട്രീയ ചിന്തയില്ല, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിയുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു ചിന്തയില്ല എന്ന് പറയുന്നത് പോലെ തന്നെയുള്ളൂ. ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരുടെ ഓർഗനൈസേഷനായിട്ട് വർക്ക് ചെയ്യുന്നു. BJP ഈ സംഘപരിവാർ എന്ന് പറയുന്ന ലാർജർ അംബ്രല്ലയിൽ അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. പക്ഷേ ഇതൊക്കെ തന്നെ എങ്ങനെയാണ് ഇന്റർലിങ്ക്ഡ് ആയിരിക്കുന്നത് എന്നതിനെ പറ്റിയും ഭരണത്തിൽ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അഭിപ്രായ പ്രകടനം ഏത് പരിധിവരെ ആകാം എന്നതിനെപ്പറ്റി നമുക്കറിയാം. അപ്പോൾ അതേപോലെ അല്ല എങ്കിൽ പോലും പരമ്പരാഗതമായിട്ട് സമസ്ത എങ്ങോട്ടാണ് ചേർന്ന് നിൽക്കുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പലപ്പോഴും മതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അത് പറഞ്ഞു തന്നെ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായമായിട്ട് പറയാൻ സമസ്ത ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമസ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും B ടീം അല്ല എന്നുള്ള പ്രസ്താവനകൾ മുമ്പുണ്ടായിട്ടുണ്ട്. അതിപ്പോൾ വിവാദമുണ്ടാകുന്ന സമയത്തല്ല. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് സമസ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും B ടീം അല്ല. അത് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതേ ആരോപണം തന്നെ കാലാകാലങ്ങളായിട്ടുള്ളതാണ്. അതായത് മുസ്ലിം ലീഗിന്റെ താല്പര്യത്തിനനുസരിച്ചാണ് സമസ്ത പ്രവർത്തിക്കുന്നത്. അതിൽ ഒരുപക്ഷെ ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നത് അദ്ദേഹം വന്നതിന് ശേഷമാണ് തുടങ്ങിയ കുറേയധികം കാര്യങ്ങൾ. പിണറായി വിജയനുമായിട്ട് അടുക്കുന്നുണ്ടോ, പിണറായി വിജയനെ ഒരു നല്ല ഭരണാധികാരിയായിട്ട് കാണുന്നുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ അങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഇതിനെയെല്ലാം പൊതുവെ പുറത്തു നിന്ന് നോക്കുന്ന ആൾക്കാർ കാണുന്നത് ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു ഷിഫ്റ്റ് സമസ്തയിൽ സംഭവിക്കുന്നുണ്ടോ എന്നത് നോക്കിയാണ്. അപ്പോൾ മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ പോലും അതിൽ വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള രാഷ്ട്രീയമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാനിവിടെ കാണുന്നത് വളരെ ലാർജറായിട്ടുള്ള രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, ഈ ലീഗ് പക്ഷം അല്ലെങ്കിൽ ലീഗ് വിരുദ്ധ പക്ഷം എന്ന് പറയുന്ന രണ്ടു ഭാഗത്തു നിന്നും ആൾക്കാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല. രണ്ടു ഭാഗത്തും പറ്റുന്ന രീതിയിലത്തേക്കുള്ള എല്ലാവിധ ഫൈറ്റുകളും അത് ഉള്ളിൽ നിന്നാണ് എങ്കിൽ പോലും നടക്കുന്നുണ്ട്, അഭിപ്രായ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരുപക്ഷെ ഒരു അടുത്ത ലെവൽ എന്ന് പറയാവുന്ന രീതിയിൽ അനിഷേധ്യരായിട്ടുള്ള ആൾക്കാർക്കെതിരെയുള്ള ആരോപണങ്ങൾ വരികയാണ്. ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അങ്ങനെ അങ്ങ് വിമർശിക്കാം എന്ന് കരുതുന്ന ആൾക്കാർ ഉണ്ടാവില്ല, ഈ വിഭാഗത്തിലൊക്കെ തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാർ. അതേപോലെ പാണക്കാട് തങ്ങളെയും അങ്ങനെ അങ്ങ് വിമർശിച്ചേക്കാം എന്ന് കരുതുന്ന ആൾക്കാർ ഉണ്ടാകില്ല. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് സമസ്തയുടെ ഉള്ളിൽ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന വിഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ നമ്മളിവിടെ കള്ളന്മാരെന്ന് പറയുന്ന ഒരു വിളി, അതിനെപ്പറ്റി ചർച്ച ചെയ്തല്ലോ. അങ്ങനെ വിളിച്ചുവെന്നും വിളിച്ചില്ല എന്നുമൊക്കെ പറയുന്നുണ്ട്. മുഷാവറ യോഗത്തിൽ ഇങ്ങനെ കള്ളന്മാരെന്നുള്ള ഒരു പരാമർശം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആ യോഗം കണ്ടക്ട് ചെയ്യുന്ന അതിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് അങ്ങനെയെങ്കിൽ ഞാനും അതിൽ ഉൾപ്പെടുന്ന ആളാണല്ലോ, എങ്കിൽ എനിക്ക് ഇവിടെ ഇരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നു എന്ന നിലയ്ക്കാണ് വാർത്തകൾ വന്നത്. അപ്പോൾ ഇത് ആരെ പറ്റിയാണ് ഈ ചോദ്യം വരിക? ഇതിനെല്ലാം തന്നെ സംഘടിപ്പിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന ഒരാളിനെ പോലും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മേൽ വലിയ രീതിയിലത്തേക്കുള്ള ആരോപണം ഉണ്ടാകുന്ന രീതിയിലത്തേക്ക് ഒരു പ്രസ്താവന വരികയാണ്. അപ്പോൾ ആ പ്രസ്താവന വരുന്നു. ആ പ്രസ്താവന വന്നതിന് ശേഷം ഇതിനെല്ലാം തന്നെ ഒന്നിച്ച് ഈ മുഷവറ യോഗത്തിലേക്ക് കൊണ്ടുപോകേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിന് അതിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അത്ര ലളിതമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇതൊരു വിഷയം. രണ്ട്, ഇതിനോടകം തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന CAC-യുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ആ CAC-യുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുന്നു, തർക്കമുണ്ടാകുന്നു, ബന്ധം വിച്ഛേദിക്കുന്ന രീതിയിലത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ അതിനെ തുടർന്നിട്ടാണ് നമ്മൾ ഈ ശുദ്ധീകരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് തന്നെ കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില ശുദ്ധീകരണം ഇവിടെ നടക്കേണ്ടതുണ്ട് എന്ന രീതിയിലത്തേക്കൊരു പരിഹാസം, അല്ലെങ്കിൽ വളരെ വലിയ രീതിയിലത്തേക്കുള്ള ഒരു ക്രിറ്റിസിസം ടാർഗറ്റ് ചെയ്യുന്നത് എവിടത്തേക്കാണ്?
അപ്പോൾ അതിന്റെ മറുപടി വരുന്ന സമയത്ത് തന്നെ അത് കൃത്യമല്ലേ? എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ആ വിമർശനം ആർക്ക് നേരെയാണ്? സമസ്തയിൽ അങ്ങനെ ഒരു ശുദ്ധീകരണം വേണമെന്ന് പറയുമ്പോൾ ആരെ ശുദ്ധീകരിക്കാൻ, അല്ലെങ്കിൽ ആരുടെ കാഴ്ചപ്പാടിനെ ശുദ്ധീകരിക്കാനാണ് ആ ശ്രമിക്കുന്നത് എന്നത് വ്യക്തമാകുന്നത് കൊണ്ടല്ലേ പരിഹാസം കലർന്നിട്ട് ജിഫ്രി തങ്ങളുടെ ഭാഗത്ത് നിന്ന് മറ്റൊരു പ്രതികരണം വരുന്നത്. ഇവിടെ അങ്ങനെയുള്ള ശുദ്ധീകരണത്തിനൊക്കെ വേണ്ടുന്ന ആൾക്കാരുണ്ട്, മറ്റെന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ശുദ്ധീകരണം ഇവിടെ ആവശ്യമില്ല എന്ന രീതിയിലത്തേക്ക്. അതേപോലെ തന്നെയാണ് നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടില്ലാത്ത രീതിയിലത്തേക്കുള്ള സമവായ മീറ്റിങ്ങുകൾ, അതിൽ ഒരുപക്ഷം വരാതിരിക്കുക, ഇങ്ങനെയുള്ള കുറേയധികം ഡെവലപ്മെന്റുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ സാദിഖ് അലി തങ്ങളെ ചോദ്യം ചെയ്യുന്ന, അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലത്തേക്കുള്ള കാര്യങ്ങൾ വരികയും അതേപോലെ തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അധിക്ഷേപിക്കുന്ന, അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ വരികയും പിന്നീട് ഇതിനുള്ളിലേക്ക് നമ്മൾ ഈ പറയുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ കുറേയധികം കാര്യങ്ങളെല്ലാം ചേർന്നുകൊണ്ട് അതിസങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതല്ലാതെ നമ്മൾ ഈ പറയുന്നത് പോലെ ഈ ചർച്ചയിൽ പല ആൾക്കാരും അഭിപ്രായം പറഞ്ഞതുപോലെ അതിനെ അത്രത്തോളം ലളിതവൽക്കരിക്കാനോ ഇങ്ങനെ ഒരു പ്രശ്നമില്ല എന്നോ ഇവിടെ ഒരു ലീഗ് ഫാക്ഷനും അല്ലെങ്കിൽ ലീഗ് വിരുദ്ധ ഫാക്ഷനും ഇല്ല എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ നിലനിൽപ്പിന് വേണ്ടി, അല്ലെങ്കിൽ ഇതൊരു വലിയ വിഷയമല്ല, പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയമല്ല എന്ന രീതിയിലേക്ക് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ശരിയാണ് ശ്രീജിത്ത് പണിക്കർ. പക്ഷേ ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യണം എന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും വരുന്നുണ്ട്. കാരണം പല കാര്യങ്ങളും തുറന്നു പറയുവാൻ അവർ ഇപ്പോൾ തയ്യാറാവുകയാണ്. അപ്പോൾ ചർച്ച ചെയ്യണം എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് ഈ ഇരുപക്ഷവും നീങ്ങുന്നത്. അതായത് കൃത്യമായ ഒരു ഭിന്നിപ്പിന്റെ രീതിയിലെ കാര്യങ്ങൾ പോയി കഴിഞ്ഞു. ഡോക്ടർ ഫസൽ ഗഫൂർ,